എങ്ങനെയാ നമ്മൾ ഇവിടുന്ന് A1 ആൻഡ് A2 എടുത്തിട്ട് അവിടെ നേഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ഇതിന് മറുപടി പറയാൻ പറ്റുന്നത് A1 A2 എടുത്തിട്ട് ഇവിടെ നഴ്സിംഗ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അതായത് A2 എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഔട്ട്പെയർ മാത്രമേ ഉള്ളൂ. നമുക്ക് നഴ്സിംഗ് ചെയ്യണമെങ്കിൽ B2 വരെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് B1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. അതിൽ പാസ് ആവുകയാണെങ്കിൽ അവർക്ക് ഓക്കെ ആണ്. പക്ഷെ നമ്മൾ VFS വെക്കുമ്പോൾ VFS ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ. VFS B2 ഉള്ളവർക്കാണ് അവര് വിസ കൊടുക്കുള്ളൂ. അത് തെറ്റ് പറയാൻ പറ്റില്ല നമുക്ക്. ഇവിടെ വന്നിട്ട് നമ്മൾ ഒന്നുമില്ലാണ്ട് നിൽക്കേണ്ടി വരും. ലാംഗ്വേജ് അറിയില്ല, ഒന്നും അറിയില്ല. A2 വരെ പഠിച്ചിട്ട് ഇവിടെ നിലനിൽക്കാനേ. B2 വരെ പഠിച്ച് ഇവരൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ A2 വരെ പഠിച്ചവർക്ക് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും എന്റെ അനിയത്തിയോട് പറഞ്ഞിട്ടുണ്ട് B2 വരെ പഠിക്കാൻ ഇങ്ങോട്ട് വരരുതെന്ന്. അതെ, B2 വരെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് B2 വരെ പഠിക്കുക, B1 എഴുതുക, B1 4 മൊഡ്യൂൾ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പ്രത്യേകിച്ച് പറയാം, കറന്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എനിക്ക് എംബസിയുടെ സിറ്റുവേഷൻ എനിക്ക് ഒന്നും അറിയില്ല. അവർ വിസ തരുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ പ്രത്യേകം പറയാം. ഇനിയിപ്പോ അലീന ഒരു വീഡിയോയിൽ പറഞ്ഞു B1 നിങ്ങൾ അങ്ങ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കിട്ടുന്ന അത് നിങ്ങൾ വിചാരിക്കുന്നത് പണ്ടത്തെക്കാളും സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോ. സ്ട്രിക്റ്റ് അതുകൊണ്ട് B2 എങ്കിലും എടുത്തിട്ട് നോക്കുക, ട്രൈ ചെയ്യുക. വെറുതെ റിജക്ഷൻ കിട്ടണത് നല്ലതാണ്. ഇപ്പൊ B2 വരെ എടുക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് B2 വരെ എടുക്കാന്ന് ഞാൻ പറയുള്ളൂ. ഒരു 2 മൊഡ്യൂൾ 3 മൊഡ്യൂളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ബികോം ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റുമെന്ന്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ അങ്ങനെ ഡാഡിൽ കയറിയിട്ട് നിങ്ങൾ ബികോമിന്റെ ജോലി ഓപ്പർച്യൂണിറ്റീസ് ആണോ ചോദിക്കണേ? എനിക്ക് അറിയില്ല. ബികോം ഓപ്പർച്യൂണിറ്റി ബികോം പഠിക്കാനാണോ അതോ ഇനിയിപ്പോ വർക്കിനാണോ എനിക്കറിയില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ബികോം ഓപ്പർച്യൂണിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ബികോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾ ഡാഡ് വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് കൊടുക്കുക, നിങ്ങൾ എന്താ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി കുറേ കോഴ്സ് ഉണ്ടാവും. അപ്പം ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. പക്ഷെ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂസബിലിറ്റി എഞ്ചിനീയറിംഗാണ്. ശരിക്കും ഈ IT എന്ന് പറയുന്നത് തന്നെ കുറേ ഡിവിഷൻസ് ആയിട്ടും പല കോഴ്സുകളായിട്ടും ഒരുപാട് വെറൈറ്റി കോഴ്സുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി പ്ലസ് IT ആണ്. ഒരു കണക്ഷനും ഇല്ല. ഒരു കണക്ഷൻ. അപ്പൊ ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് സൈക്കോളജിയും IT-യോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സ് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്ന ഒരു ആപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിന്റെ ഒരു സൈക്കോളജി വെച്ചിട്ട് അവർക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അങ്ങനെയുള്ള സംഭവം. അതിപ്പോ സൈക്കോളജി പഠിക്കുന്നത് നമ്മള് അപ്പുറത്ത് നിൽക്കുന്ന ഒരു പേഴ്സന്റെ കാര്യം അറിയാണല്ലോ. അപ്പൊ നമ്മള് ഈ ഒരു ആപ്പിന്റെ വ്യൂവിൽ വെച്ചിട്ട് എങ്ങനെയാണ് അവർക്ക് ഏതെങ്കിലും മാറ്റണോ, അതിൻ്റെ അകത്ത് ഈ ബട്ടൺ ശരിയായെന്നാണോ അവർക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ അട്രാക്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ബികോം ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാലും ഫൈനാൻഷ്യൽ ആ ഒരു കോൺസെപ്റ്റിൽ കുറേ കോഴ്സസ് വരും. അപ്പൊ നിങ്ങൾക്ക് ആ കോഴ്സസ് ഒക്കെ ഈ ഡാഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ എടുക്കാൻ പറ്റും. സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് കോഴ്സ് ഡ്യൂറിങ് ദെയർ ആഫ്റ്റർ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് കോഴ്സ് ഫീ ഡീറ്റെയിൽസ്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഡാഡിൽ തന്നെ പോവുക. കാരണം അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പല ഡിവിഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്. അങ്ങനെ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് പേര് ഇൻബോക്സിൽ വരുന്നുണ്ട്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ആംബുലൻസിന് ഇവിടെ പറയുന്നത് ഖാൻ വാഹൻ, പെന്നിന് ഇവിടെ പറയുന്നത് എന്താണ് ഹൂൾസ്ട്രൈബൻ. ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് ജർമ്മൻ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല. പകുതി വെച്ചിട്ട് ഇട്ടിട്ട് പോകില്ല, എനിക്കത് കിട്ടിയേ പറ്റൂ അങ്ങനെയുള്ളവർ മാത്രം എടുക്കുക. കാരണം കുറച്ച് ടഫാണ്. പക്ഷെ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് സെറ്റാണ്. ജർമ്മൻ അറിഞ്ഞിട്ട് വരുവാണെങ്കിൽ ലൈഫ് സെറ്റാണ്. പിന്നെ ഇപ്പൊ ഗോയിത്തയുടെ കാര്യം പറയാൻ വെച്ചാൽ, ഇപ്പൊ ഗോയിത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ജർമ്മൻ എക്സാം എഴുതണതിൻ്റെ ഇതാണ്. ഇപ്പം IELTS-നൊക്കെ ഒരു ഇതുള്ള പോലെ. അപ്പോൾ ഗോയിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തോൽപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് വിചാരിച്ച് നിങ്ങൾ ആക്കരുത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന്റെ സിറ്റുവേഷൻ ഞാൻ പറയാം. ഞാൻ 3 മൊഡ്യൂൾ കിട്ടിയിട്ട് ആ 4ാമത്തെ മൊഡ്യൂളിന് വേണ്ടി ഞാൻ 5-6 പ്രാവശ്യമാണ് എഴുതിയത് എക്സാം. അത് ആലോചിക്കണം. 3-4 പ്രാവശ്യം ഞാൻ 1 മാർക്കിനാണ് ഫെയിൽ ആവുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60 മാർക്കാണ് പാസിംഗ് മാർക്ക്, 57 അതിൽ ഓരോ മാർക്ക് നമുക്ക് ഓപ്ഷൻ ആയിട്ടുണ്ട്. 3 മാർക്കാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെയിൽ എന്ന് പറയുമ്പോൾ 15-ന് 57 മാർക്കാണ് വേണ്ടത്. പക്ഷെ 59.99 അതെങ്ങനെ വരും? അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവർ മനഃപൂർവ്വം തോൽപ്പിക്കാന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്നെ തന്നെ മനസ്സിലാക്കുക. ഇത്രയ്ക്കും തോറ്റിട്ട് പോലും പഠിച്ച് നമ്മളിവിടെ എത്തി. അത് നമ്മള് പൊക്കി പറയുന്നതല്ല ഗൈസ്, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്ന.
ഫോർ നഴ്സിംഗ് വാട്ട് ഈസ് ദ മിനിമം എഡ്യൂക്കേഷൻ ഫീ? നഴ്സിംഗിന് എഡ്യൂക്കേഷൻ ഫീ അതായത് നഴ്സിംഗ് പഠിക്കാനുള്ള ഫീ ആണോ? പഠിക്കാൻ നമുക്ക് ഫീ വേണ്ട, നമുക്ക് ഇങ്ങോട്ടൊരു സ്റ്റേഫൻഡ് കിട്ടും. അത് നമുക്ക് നമ്മുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്, റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി. എത്ര രൂപ കിട്ടും? അതൊരു 1000 to 1300 ആണ് നമുക്ക് കിട്ടുന്നത്. 1300 euro ആണ് കേട്ടോ. അതായത് നാട്ടിലൊരു 1,30,000 രൂപയുടെ അടുത്ത് കിട്ടും. വാട്ട് ഈസ് യുവർ ജോബ്? എൻ്റെ ജോബ്, ഞാൻ പാർട്ട് ടൈം ചെയ്യുന്നത്, ഞാൻ ശരിക്കും സ്റ്റുഡൻ്റ് ആണ്. പാർട്ട് ടൈം ചെയ്യുന്നത് പിക്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ ഷോപ്പറായിട്ട്. പിക്നിക് എന്ന് പറയുന്ന ഒരു ഗ്രോസറി ഡെലിവറിങ് ആപ്പാണ്. പക്ഷെ അവിടെ ഷോപ്പറായിട്ട്, അവരുടെ വെയർ ഹൗസിൽ ഷോപ്പറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വാട്ട് ആർ യു സ്റ്റഡി? ഞാൻ യൂസബിലിറ്റി എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് യൂസബിലിറ്റി എഞ്ചിനീയറിംഗിൽ. ക്യാൻ വി സ്റ്റഡി വിത്തൗട്ട് നോയിങ് ജർമ്മൻ? പറ്റും. ഇരിക്കണുണ്ടില്ലേ? നിങ്ങൾക്ക് ജർമ്മനി ഇല്ലാണ്ട് ജർമ്മനിയിൽ വരണമെങ്കിൽ മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ ഇംഗ്ലീഷിൽ കോഴ്സിൽ എടുത്താൽ മതി. പക്ഷെ ഞാനത് സജസ്റ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഞാനത് സജസ്റ്റ് ചെയ്യില്ല. എനിക്കറിയാവുന്ന ആൾക്കാർ അങ്ങനെ വരാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം എൻ്റെ അനിയത്തി ആദ്യം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ അവസ്ഥ ഇവിടെ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും അവൾക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് അവൾ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി. ജർമ്മൻ അറിയാൻ മേലാണ്ട് ജർമ്മനിയിലേക്ക് വരരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ വന്നു, ഞാനിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയ അവസ്ഥയാണ്. എനിക്കറിയാവുന്ന കുറേ പേര് ഇപ്പൊ കോഴ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജർമ്മൻ ഇല്ലാണ്ട് ഈസി ആയിട്ട് ജർമ്മനിയിൽ വരാലോ എന്ന് കരുതിയിട്ട് ചാടിക്കേറി പോകുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പോൾ ഇവർ കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അവർക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ വേണം. ഞങ്ങൾ IT ആയതുകൊണ്ട് പിന്നെയും കുറച്ച് പേർക്ക് പിന്നെയും പ്രശ്നമില്ല. IT ആകുമ്പോഴേക്കും വലിയ കാര്യമായിട്ട് സംസാരിക്കേണ്ട ആൾക്കാരോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ എക്സ്പീരിയൻസ് വേണം IT ഫീൽഡിൽ. പക്ഷേ ജർമ്മൻ ഇല്ലാണ്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ കൂടെ. അവരുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ടെൻഷൻ ആവലുണ്ട്. എന്താ ചെയ്യും അവരിനി ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജർമ്മൻ ഇവിടെ ഇനി ഇവിടെ നിന്ന് പഠിക്കണമെങ്കിൽ പറ്റില്ല. അവർക്കൊന്ന് ജോലി കണ്ടുപിടിക്കാനേ ഇനി പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരിനി ഓപ്പർച്യൂണിറ്റി കാർഡിലേക്ക് മാറ്റണം, പിന്നെ ഇവിടെ നിൽക്കണം, ജോലി കണ്ടുപിടിക്കണം. ജോലി കണ്ടുപിടിക്കാണ്ട് ഇനി നിവർത്തിയില്ല. പക്ഷെ ജോലി വേണമെങ്കിൽ ജർമ്മൻ വേണം. അപ്പം അതുകൊണ്ട് ജർമ്മൻ ഇല്ലാണ്ട് ആരും പഠിക്കാൻ വരണം. നല്ലതിനെ വേണ്ടിയിട്ടാണ് പറയണം. ഇപ്പം നിങ്ങളൊരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓർക്കോ ശരി എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതിയെന്ന്. പക്ഷെ ഇല്ല, നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫാണ് ഇവിടെ വേണ്ടെങ്കിൽ ജർമ്മൻ വേണം. ആസ് എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ക്യാൻ ഐ ഡയറക്ട്ലി ഗെറ്റ് എ ജോബ് ഇൻ ജർമ്മനി ഓർ ഷുഡ് ഐ ജോയിൻ എനി കോളേജ് ദെയർ? എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നാട്ടിൽ ജോലി ചെയ്തിട്ട് ജോലിക്ക് ഇവിടെ വരിക, ഓപ്പർച്യൂണിറ്റി കാർഡ് എടുത്തിട്ട് ജോലിക്ക് ഇവിടെ വരിക. ഇവിടെ വന്ന് പഠിച്ചിട്ട് ജോലിക്ക് കയറാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ടി വരും. അതുകൊണ്ട് നാട്ടിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങോട്ട് കയറി വരുന്നതായിരിക്കും ഭേദം. അല്ലെങ്കിൽ ഞാൻ ബുദ്ധിപരമായിട്ടുള്ളൊരു സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കാം. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഒരു 2 വർഷം 3 വർഷം ജോലി ചെയ്യാം. ഓക്കെ. അതിനുശേഷം 3 വർഷം ജോലി ചെയ്തതിന് ശേഷം മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് കയറുക. മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഈ 3 വർഷത്തെ എഞ്ചിനീയറിംഗിൻ്റെ എക്സ്പീരിയൻസിന് വെച്ചിട്ട് ഇവിടെ ജോലി എടുക്കുക, ജോലിക്ക് കയറുക. പറയാം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് ജോബ് കിട്ടിയതിന് ശേഷം ചാടുക. അതെ, അത് നോട്ട് ദി പോയിന്റ്. കാരണം ഇത് പറയുമ്പോൾ പിള്ളേർ ചിന്തിക്കണത് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ അത് ക്യാൻസൽ ചെയ്യരുത്. അങ്ങനെ കിട്ടില്ല. ഞാൻ പറഞ്ഞേക്ക് സേഫ് ആയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ ഇന്റർവ്യൂ അപ്ലൈ ചെയ്യുക, ജോലിക്ക് പോയി നോക്കുക, ജോലിക്ക് കുറെ അപ്ലൈ ചെയ്യുക. റിജക്ഷൻ വരും, പേടിക്കരുത്, തളരരുത്. ഈസ് ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിംഗ് വർത്ത് ദാൻ നഴ്സിംഗ് ഇൻ ജർമ്മനി? ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിംഗ് നിങ്ങൾ ഉണ്ടോ? എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിംഗ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നേഴ്സുമാർക്കാണ്, അതായത് ജനറൽ നേഴ്സുമാർക്കാണ് കുറച്ച് കൂടുതൽ ഇതുള്ളത്. കാരണം ഇപ്പൊ തെറാപ്പിസ്റ്റിന്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ, ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരാളെ കാണുള്ളൂ. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തോരം നേഴ്സുമാരെ കാണുന്നുണ്ട്. അപ്പൊ അതേപോലെയാണ്. എനിക്കറിയില്ല, ഫിസിയോതെറാപ്പി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എനിക്കറിയില്ല കേട്ടോ. ഫ്രീ ജർമ്മൻ എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഒരുപാട് അഡ്വർടൈസ്മെന്റ് കാണാം. പക്ഷേ ഫ്രീ ആണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്തായാലും കൊടുക്കാം. പക്ഷേ ഇനി ഹൗസ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫീസ് ഇല്ല, ഇങ്ങോട്ട് പൈസ കിട്ടും. അതെ, അതാണ് ജർമ്മൻ അറിയാവുന്നവരും ജർമ്മൻ അറിയാൻ മേലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ അത് വെറുതെ കിട്ടുന്നില്ല, നമ്മൾ വർക്ക് ചെയ്യണം, പൈസ കിട്ടുന്ന. അവർ വർക്ക് ചെയ്യണം, അവർ ഓരോ കെയർ ഹോമിൽ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ അവർക്ക് കിട്ടും. അപ്പം ഇപ്പം നമ്മളിവിടെ ഹൗസ് ബിൽഡിംഗ് പഠിക്കുമ്പോൾ നമുക്ക് തിയറി സെക്ഷൻ ഉണ്ട്, പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്. തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓരോ സ്കൂൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 2 മാസം 1 മാസം അങ്ങനെയൊക്കെ ആയിരിക്കും. പ്രാക്ടിക്കലും ഡിപ്പെൻസ് ആണ്. 3 മാസം ടു
4 മാസം 2 മാസം അങ്ങനെ ആയിരിക്കും. അപ്പൊ ഈ പ്രാക്ടിക്കലിൽ നമ്മൾ 8 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പൈസയാണ് നമുക്ക് സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞ് തരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ മാത്രമാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ആംബുലാൻഡ് ഫ്ലേഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബെമോണേഴ്സിന്റെ, അതായത് അവരുടെ വീട്ടിൽ പോയിട്ട് ചെയ്യണം. പിന്നെ സ്റ്റക്സിനാര ഫ്ലേഗ് അല്ലെങ്കിൽ ആൾട്ടൻഹൈം എന്ന് പറയും, അത് നമ്മൾ ഓൾഡ് ഏജ് ഹോമിലാണ് ചെയ്യുന്നത്. പിന്നെ ക്രാങ്കൻ ഹൗസിലാണെങ്കിൽ പീഡിയാട്രി ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഓപ്പറേഷൻ. അത് ക്രാങ്കൻ ഹൗസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ അതിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പൈസയാണ് നമുക്ക് കിട്ടുന്നത്. ജർമ്മനിക്ക് പോവേണ്ടി വന്നപ്പോൾ എത്ര ടോട്ടൽ എമൗണ്ട് ആയി? APS സർട്ടിഫിക്കറ്റ് 18, IELTS 18, അപ്ലിക്കേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് 7500, പിന്നെ 3000. കാരണം ഞാൻ മൊത്തം 1 2 3 4 അപ്ലിക്കേഷൻ വെച്ചു. പിന്നീട് VFS എത്രയായിരുന്നു? പ്രീമിയം 10 അല്ലെങ്കിൽ പ്രീമിയം 11 അല്ലെങ്കിൽ മറ്റേ 10. അപ്പൊ VFS 10. ബ്ലോക്ക്ഡ് അക്കൗണ്ട് 12 ലക്ഷം രൂപ. ഇത്രേ ആയുള്ളൂ. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് 60,000 രൂപയായി ഫ്ലൈറ്റ് ടിക്കറ്റ്. കാരണം ഞാൻ ഷോർട്ട് നോട്ടീസിൽ എടുത്തത് കുറച്ചും കൂടി കുറച്ച് കിട്ടും. B1 ഫുൾ മൊഡ്യൂൾ ഈസ് അക്സെപ്റ്റബിൾ ഫോർ ഹൗസ് ബിൽഡിംഗ് എക്സെപ്റ്റ് നഴ്സിംഗ്. B1 ഫുൾ മൊഡ്യൂൾ അക്സെപ്റ്റ് ചെയ്യോ? നഴ്സിംഗില് അതാ ഞാൻ പറഞ്ഞത്, B1 അക്സെപ്റ്റ് ചെയ്യുന്നു. ടോട്ടൽ എക്സ്പെൻസ് ഇപ്പൊ കൂട്ടാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. നഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യാൻ ലാംഗ്വേജ് പഠിക്കണോ ചേച്ചി? പഠിക്കണം. എൻ്റെ ഒരു ചേച്ചി ഇപ്പൊ വന്നിട്ടുണ്ട് റീസെന്റ്. പുള്ളിക്കാരത്തി B2 ഫുൾ മൊഡ്യൂളും പ്ലസ് ഈ പറയുന്ന ടേംസ് ഇല്ലേ, നിങ്ങളുടെ ഹോസ്പിറ്റൽ ടേംസ്, അതിന്റെ ഒരു സെപ്പറേറ്റ് കോഴ്സും കൂടി എടുത്ത് പഠിച്ചിട്ടാണ് വന്നത്. കാരണം നിങ്ങൾ നോർമൽ B2 സംസാരിക്കുന്ന പോലല്ല ഇവിടെ ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്ന പോലെ അല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതിന്റെ ടേംസും വേർഡ്സും ഒക്കെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ നാട്ടിൽ നഴ്സിംഗ് കഴിഞ്ഞ് വന്നാലും നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. അനർക്കെന്നുങ് എന്നാണ് അതിന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 6 മാസം എന്തോ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം. ഒപ്പം നമ്മൾ എക്സാമും എഴുതണം. അത് കഴിയുമ്പോഴാണ് ഇവിടുത്തെ രജിസ്റ്റേർഡ് നഴ്സ് ആവുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓസ്ബിൾഡിങ് കോഴ്സ് എന്തൊക്കെയുണ്ട്? കുറെ കോഴ്സ് ഉണ്ട്. ഞാനിപ്പോ എടുത്തേക്കുന്നത് നഴ്സിംഗ് ആണ്. നഴ്സിംഗ് തന്നെയാണ് എടുത്തേക്കുന്നത്. പക്ഷെ ഹൗസ് ബിൽഡിംഗ് എല്ലാത്തിലും ഉണ്ട് കേട്ടോ. മെക്കാനിക്കൽ, IT ഒക്കെ ഉണ്ട്. നമുക്ക് ട്രക്ക് ഡ്രൈവർ ഉണ്ട്, അതേപോലെ തന്നെ ട്രാം ഡ്രൈവർ, അങ്ങനെ കുറെ ഹൗസ് ബിൽഡിംഗ് അവൈലബിൾ ആണ്. മ്യൂസിക് റിലേറ്റഡ് കോഴ്സ് ഇൻ ജർമ്മനി ഉണ്ട് തോന്നുന്നു കേട്ടോ. ഡാഡിൽ കയറിയിട്ട് ഒന്ന് നോക്കുക മ്യൂസിക് റിലേറ്റഡ്. കാരണം എനിക്കറിയാവുന്ന, അതായത് എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിലുള്ള ചേച്ചി ഓപ്പറ സിംഗറാണ്. അപ്പോൾ പുള്ളിക്കാരത്തി മ്യൂസിക് ആയിട്ടാണ് വന്നത്. പക്ഷെ പുള്ളിക്കാരത്തിക്ക് വിസ വേണ്ട. ഒന്നാമത്തെ പോയിന്റ്, പുള്ളിക്കാരത്തി യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഉള്ളതാണ്, ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് വിസ വേണ്ടാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. നമുക്ക് വിസ വേണ്ടത് കൊണ്ട് വ്യത്യാസം ഉണ്ടാവും. അതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഇതിനിപ്പോ ഉണ്ടെങ്കിൽ തന്നെ സ്റ്റൈഫൻഡും കാര്യങ്ങളും ഉണ്ടോ നോക്കണം. ഇപ്പം ക്രൈറ്റീരിയ ഉണ്ട്, ഇത്ര സ്റ്റൈഫൻഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് എംബസി വിസ അടിച്ചു തരുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കറിയില്ല ഇതിനെ പറ്റി, അല്ലേ? ചാൻസ് കുറവായിരിക്കില്ലേ? കൊമേഴ്സ് എടുത്ത സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന കോഴ്സ്. കൊമേഴ്സ് എടുത്ത സ്റ്റുഡൻസ്, ഞാൻ കൊമേഴ്സ് ആയിരുന്നു, ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റുമോ? അതെ, ജീവിതം ഇവിടെ ഹൗസ് ബിൽഡിംഗിൽ കൊണ്ടെത്തി. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു, പിന്നെ BCom ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ഹൗസ് ബിൽഡിംഗ് വന്നത്. മനസ്സിലായില്ലേ? അതായത് ഇവിടെ നഴ്സിംഗ് പഠിക്കാൻ ഏത് കോഴ്സ് നിങ്ങൾ നേരത്തെ പഠിച്ചെന്ന് വെച്ചാലും ഇപ്പൊ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ B2 ജർമ്മൻ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാം. പക്ഷേ ഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ വെബ്സൈറ്റ് മെൻഷൻ ചെയ്തല്ലോ, ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കാം. ആ ഡാഡ് എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഐ ആം എ ജർമ്മൻ സ്റ്റുഡൻറ്. കീപ് ഗോയിങ് ഡ്യൂഡ്, വിൽ മീറ്റ് സൂൺ. ചേച്ചി, ക്യാൻ ഐ ഗെറ്റ് എ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് ടു സ്റ്റഡി ഇൻ ജർമ്മനി? ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സ്കോളർഷിപ്സ് കിട്ടും. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറേ സ്കോളർഷിപ്സ് ഉണ്ട്, അതിന് അപ്ലൈ ചെയ്യണം. കിട്ടിയാൽ മാത്രമേ ഫുള്ളി ഫണ്ടഡ് കിട്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കോളേജിൽ നിന്നാണെങ്കിലും മെയിൽ വരും, ഈ ഫുള്ളി ഫണ്ടഡ് കോഴ്സിലേക്ക് അപ്ലിക്കേഷൻ വിളിക്കേണ്ട സമയമായി, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്കും എന്റെ ക്ലാസ്സിലുള്ള ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണോ? വെബ്സൈറ്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഡാഡ് എന്നുള്ള വെബ്സൈറ്റിൽ തന്നെ സ്കോളർഷിപ്സും അവർ കാണിക്കുന്നുണ്ട്. അതിൽ അപ്ലൈ ചെയ്യാ, കിട്ടുന്നത് കിട്ടും.
ഓക്കെ. ഇപ്പൊ ഏജൻസിയിലൊക്കെ എല്ലാതും ഇങ്ങനെ കാണിക്കണം എന്നില്ല. അവർക്ക് ഓക്കെ ആയിട്ടുള്ളത്, അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളത് മാത്രമേ അവർ ചെയ്യുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിലിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. How about nursing in Germany? BSc nursing, and how much salary do we get? How many years do we want to practice nursing? ഓക്കെ. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ജനറൽ നേഴ്സിംഗ് ആണ്. BSc നഴ്സിംഗ് ഉണ്ട്. BSc നഴ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് B2 ഫുൾ മൊഡ്യൂൾ വേണം. അത് 4 വർഷമാണ് കോഴ്സ് വരുന്നത്. പിന്നെന്താ ചോദിച്ചേ? സാലറി ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2000 to 3500 ആ റേഞ്ചിലാണ്. പക്ഷേ ടാക്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് 2800 2900 ഒക്കെയാണ് കിട്ടുന്നത്. അത് ഓരോ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. How many years? ഞാൻ പറഞ്ഞല്ലോ 3 വർഷമാണ് വരുന്നത് ജനറൽ നഴ്സിംഗ്. എനിക്ക് ജർമ്മനിയിൽ വന്ന് വർക്ക് ചെയ്യണമെന്നുണ്ട് ഒരു നേഴ്സായിട്ട്. ബട്ട് എനിക്ക് അവിടെ പറ്റി ഒന്നും അറിയില്ല. ജർമ്മൻ പഠിക്കുക, ജർമ്മൻ B2 ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലെ നേഴ്സുമാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ചില ആൾക്കാർ ഒന്നും വേണ്ട നേഴ്സാണെങ്കിൽ ജർമ്മൻ മാത്രം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ നിങ്ങളെ ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതെ. ഏജൻസി ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് വരാൻ പറ്റിയ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് വരാൻ പറ്റിയ ട്രസ്റ്റഡ് ഏജൻസി. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഏജൻസീസ് എല്ലാവരും കണക്കാണ്. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിട്ടും നല്ല ഏജൻസി എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ അത് പറയാം. ഒന്നെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ പറയാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏജൻസി വഴി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും പ്രോസസ്സിങ് ടൈം ഒരു 1.5 year എടുക്കും. അപ്പം നിങ്ങൾ 3 മാസം, ഇപ്പം ചില ഏജൻസിന് ഞാൻ കണ്ടിട്ട് 3 മാസം കൊണ്ടൊക്കെ കയറി വരാൻ പറ്റുന്ന നടക്കണ കാര്യമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഓർക്കുക. ഇപ്പോൾ ഒരു ഏജൻസി കൊടുത്ത് 3 മാസത്തിനുള്ളിൽ റെഡി ആയില്ല എന്ന് പറഞ്ഞ് അത് മാറ്റരുത്. അതിൽ തന്നെ ട്രസ്റ്റ് ചെയ്തിരിക്കുക എന്നാണ് പറയാനുള്ളത്. MBA in Healthcare Management course and is German required for masters. ജർമ്മൻ റിക്വയർഡ് അല്ല, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം. ഡാഡ് എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം. Can I apply directly to the university? If yes, what are the procedures and paperwork, IELTS, etc. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഗൂഗിളിൽ കയറിയിട്ട് മാസ്റ്റേഴ്സിനുള്ള ഡോക്യുമെൻറ്റ്സ്, വിസ ഓഫീസിലെ ഡോക്യുമെൻറ്റ്സ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ജർമ്മൻ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു PDF കിട്ടും. ആ PDFിൽ സകല ഡീറ്റെയിൽസ് ഉണ്ടാവും. ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. യൂണി അസിസ്റ്റ് ത്രൂ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഏജൻസിയിൽ പോവുകയാണെങ്കിൽ അവർ യൂണി അസിസ്റ്റ് വെച്ചിട്ടായിരിക്കും അപ്ലൈ ചെയ്യുക. കാരണം എനിക്കറിയാവുന്ന പേഴ്സണലി യൂണി അസിസ്റ്റിലാണ് അപ്ലിക്കേഷൻ വെച്ചേക്കുന്നത്. ഡാഡിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറയും നിങ്ങൾക്ക് എവിടെ കൂടിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആ സകല ഡീറ്റെയിൽസും ആ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ഇൻ ജർമ്മനിയുടെ സകല ഡീറ്റെയിൽസ്, ഹൗസ് ബിൽഡിംഗ് അല്ല ഞാൻ പറയുന്നത്, മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ആണ് പറയുന്നത്, അത് സകല ഡീറ്റെയിൽസും അതിലുണ്ടാവും, സ്കോളർഷിപ്സ് ഉൾപ്പെടെ. അപ്രോക്സിമേറ്റ്ലി എത്ര വേജ് കിട്ടും പാർട്ട് ടൈം ജോബ്സ്? നിങ്ങൾക്ക് മിനിമം സാലറി മിനിമം അവർലി പേ എന്ന് പറയുന്നത് 13 euro ആണ്. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ജോബ് യു ഡു. വീക്കെൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കിട്ടും, ഹോളിഡേയ്സിൽ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ പൈസ കിട്ടും, രാത്രി 11 ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ജോലി ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എങ്ങനെ ചിന്തിച്ചാൽ 1000, 1200, 1300 euro ഒക്കെ കിട്ടും ഒരു മന്ത്ലി. 3 ദിവസം വീക്കിലി ജോലി ചെയ്യുകയാണെങ്കിൽ. ഗുഡ് ടു കം ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ ജർമ്മനി. ഈ ജർമ്മൻ ലാംഗ്വേജ് ഈസ് നീഡഡ്. അണ്ടർ ഗ്രാജുവേഷനും വേണ്ട, ബാച്ചിലേഴ്സ് എടുക്കാനായിട്ട് ലാംഗ്വേജ് ഇല്ല, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഒക്കെ ഉണ്ട്. ജർമ്മനി എക്സ്പെൻസീവ്. യെസ്, കമ്പാരിറ്റീവ്ലി ജർമ്മനി എക്സ്പെൻസീവ് ആണ്. ഞാനും എൻ്റെ ട്വിൻ സിസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം അവള് ലാറ്റ്വിയയിലാണ്. അവിടെ 8 euro ആണ് മിനിമം വേജ്. 8 euro ഒരു അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ അവൾ എന്നെക്കാളും കൂടുതൽ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ഇല്ല, മാസം റെന്റ് 110 euroയോ ആണ്. 100, 110, 150 euro എണ്ണുവാനുള്ളൂ. അവള് നൈറ്റ് ജോലി ചെയ്തിട്ട് അവക്ക് അപ്പൊ നമ്മുടെ സെയിം സാലറി കിട്ടും. അവള് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുവാണെങ്കിൽ. അപ്പൊ അവക്ക് എന്തോരം സേവ് ചെയ്യാം. സേവ് ചെയ്യണ കാര്യത്തിന് ഞാൻ പറയില്ല ജർമ്മനി അത്ര സുഖമുള്ള സ്ഥലമല്ല. റെൻ്റൊക്കെ കൂടുതലാണ്. ഇൻഷുറൻസ് 150 അടുത്ത് പേ ചെയ്തേ പറ്റുള്ളൂ എല്ലാ മന്തും. പിന്നെ ഫീസ്, നമ്മുടെ മൊബൈലിൻ്റെ എങ്ങനെ കളിച്ചാലും ഒരു 20 euro അതിന് പോകും. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾ എത്ര നല്ല ജോലി എടുക്കേണ്ടതെന്ന് പറഞ്ഞാലും അത്യാവശ്യം ഫണ്ടിങ് മാറും. പിന്നെ ടാക്സ്, നല്ല ടാക്സും കൂടുതലുള്ള ഒരു കൺട്രിയാണ്. പബ്ലിക്കിലാണോ പ്രൈവറ്റിലാണോ കയറാൻ ഈസി? പ്രൈവറ്റിലാണ് കയറാൻ ഈസി, പബ്ലിക്കിൽ കിട്ടുവാണെങ്കിലാണ് നല്ലത്. ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു.
പാർട്ട് ടൈം ജോബിൽ ജർമ്മനി ലാംഗ്വേജ് കമ്പൽസറി ആണോ? പാർട്ട് ടൈം ജോബിന് കമ്പൽസറി അല്ലാത്ത ജോലിയുണ്ട്, കമ്പൽസറി ആയിട്ടുള്ള ജോലിയുണ്ട്. ജർമ്മൻ അറിയാണ്ട് ജർമ്മനിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ജർമ്മൻ ഉണ്ടെങ്കിൽ ഇത് കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള പാർട്ട് ടൈം കിട്ടാനുള്ള ഒരു ചാൻസ് തന്നെ കൂടുതലാണ് ജർമ്മൻ ഉണ്ടെങ്കിൽ. ഇപ്പൊ എനിക്ക് ഞാൻ ജോലി ചെയ്യണ അടുത്ത് തന്നെ ചില ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുക്കൽ ജർമ്മനിൽ സംസാരിക്കണല്ലോ. ഞാൻ പറയും ഞാൻ ജർമ്മൻ സംസാരിക്കില്ല, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ എന്ന്. ചില റൂഡായിട്ട് സംസാരിക്കും കേട്ടോ. ജർമ്മൻ അറിയാണ്ട് എന്തിനാ ജർമ്മനിലേക്ക് വന്നേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇതിപ്പോ ജർമ്മൻ സർട്ടിഫിക്കറ്റ് അവിടെ കാണിച്ചു കൊടുക്കണം എന്നല്ല, അതായത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അല്ലാതെ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് കാണിക്കൂ അങ്ങനെ പറയുന്നില്ല. അത് നമ്മുടെ എംബസിക്കാണ് ആവശ്യം. നഴ്സിംഗ് അസിസ്റ്റന്റ്, നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എത്ര മൊഡ്യൂൾ വേണം? ഓക്കെ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് 1 year കോഴ്സാണ്, 1 year ഹൗസ് ബിൽഡിംഗ് ആണ്. നഴ്സിംഗ് ഡിഫറൻസ് ഉണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് 1 year കോഴ്സാണ്, നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 3 year കോഴ്സാണ്. എത്ര മൊഡ്യൂൾ വേണം എന്തൊക്കെ പറഞ്ഞാലും B1 ഫുൾ മൊഡ്യൂള് അല്ലെങ്കിൽ B2 3 or 4. 2 എനിക്കറിയില്ല, 3 or 4 ഞാൻ പറയുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ B2 പഠിച്ചിട്ട് വരാം. അതെ, B2 ഫുൾ മൊഡ്യൂൾ എടുത്തിട്ട് B2 ഫുൾ മൊഡ്യൂൾ എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലൈഫ് സെറ്റ് ആണ്. അതിനെ ഒന്നും പേടിക്കണ്ട. അതെ, നിങ്ങൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്? B1 വരെയൊക്കെ പഠിച്ചിട്ട് B2 അങ്ങോട്ട് എടുക്കങ്ങോട്ട്. B2 വരെ എടുത്താൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് B1 വരെ എടുത്താൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് B2 എടുത്തുള്ളൂ? നിങ്ങളെ കൊണ്ട് പറ്റും. ബുദ്ധിമുട്ടാണ്. ജർമ്മനിയിൽ പോകുന്നതിന് ബോഡി വെയിറ്റ് പ്രശ്നമാണോ? അണ്ടർ വെയിറ്റ് ഇല്ല. വെയിറ്റ് ഒന്നും ഇതുവരെ എന്നോട് ആരും ചോദിച്ചില്ല. ഞാൻ വന്ന സമയത്ത് ഞാൻ 55 കിലോ ഉണ്ടായിരുന്നത്, ഇപ്പൊ ഞാൻ കൂടി. വെയിറ്റ് എനിക്കറിയില്ല, വെയിറ്റ് ഒന്നും തീരെ കുഴപ്പമില്ല. ഡിഡ് യു റിസീവ് എനി സ്കോളർഷിപ്പ് ഫോർ യുവർ എഡ്യൂക്കേഷൻ ഓർ ഡിഡ് യു അപ്ലൈ ത്രൂ ആൻ ഏജൻസി? ഞാൻ ഏജൻസി വഴിയിട്ടാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് സ്കോളർഷിപ്പ് ഒന്നും കിട്ടിയില്ല. എനിക്ക് പക്ഷേ വലിയ ചിലവ് എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ ട്വിൻ സിസ്റ്ററിന് സെമസ്റ്റർലി അവർക്ക് 4 lakhs ഏതാണ്ട് പേ ചെയ്യണം. 1 year ആണോ സെമസ്റ്റർ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 4 lakhs അവർക്ക് പേ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫീസൊന്നും വന്നില്ല. എനിക്ക് ബ്ലോക്ക് അക്കൗണ്ടിൻ്റെ കാര്യം മാത്രമേ വന്നുള്ളൂ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ സൂട്ടബിൾ ആണോ ജർമ്മനി? ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഹൗസ് ബിൽഡിങ്ങുകളൊക്കെ അവൈലബിൾ ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൗസ് ബിൽഡിംഗ് അവൈലബിൾ ആണെന്നാണ് ഇവള് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാംഗ്വേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഹോട്ടൽ മാനേജ്മെന്റിൽ എന്തായാലും ലാംഗ്വേജ് വേണം. ലാംഗ്വേജ് വേണ്ടി വരും. അതായത് നമുക്ക് ഇവിടെ സ്റ്റൈഫൻഡ് ഇങ്ങനെ കിട്ടിയിട്ട് ഹൗസ് ബിൽഡിംഗ് പോലെ ചെയ്യണം. ഫീസ് എനിക്ക് 360 euro ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഡച്ച്ലാൻഡ് ടിക്കറ്റ്, അതായത് ഇവിടെ മാസം ട്രാവൽ ചെയ്യാനുള്ള ടിക്കറ്റ് അവർ തന്നെ പേ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ലാഭമാണ് ശരിക്കും. എനിക്ക് 360 euro ആണ് എനിക്ക് സെമസ്റ്റർലി കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പം അത് 36,000 രൂപ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് 36,000 വരും. ക്യാൻ ഐ ഡു MBBS ഇൻ ജർമ്മനി വിത്തൗട്ട് ജർമ്മൻ ലാംഗ്വേജ്? എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. ഞങ്ങൾ പല്ല് ക്ലീൻ ചെയ്യാൻ പോയി പരിചയപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പല്ലൊക്കെ ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്യാം. അപ്പൊ ഇൻഷുറൻസ് അതൊക്കെ കവർ ചെയ്യും. അപ്പൊ അറിയില്ലായിരുന്നല്ലോ, നാളെ തന്നെ പല്ല്. അപ്പൊ ഞാൻ അങ്ങനെ പല്ല് ക്ലീൻ ചെയ്യാൻ പോയ സമയത്ത് അങ്ങ് ചെന്ന് കയറി കൊടുത്തത് ഒരു മലയാളി ഡോക്ടറിന്റെ അടുത്ത്. ഓക്കെ, ആളപ്പോ MBBS കഴിഞ്ഞിട്ട് വന്നത് അവിടെ? MBBS പുള്ളിക്കാരത്തി പാലക്കാടായിരുന്നു. MBBS പഠിച്ച് ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് പഠിച്ച അതേ പരീക്ഷ ഇവിടെ ജർമ്മനിയിൽ എഴുതി പാസ്സായിട്ട് ഇവിടെ ഡോക്ടറായ ആളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് അത്ര എളുപ്പമല്ല. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ പറയാത്ത, ഇതിൽ മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ ആഡ് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ ഹൗസ് ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയാൻ ആവശ്യമുള്ളത് അതും കൂടെ ജസ്റ്റ് അതിൽ ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ചേച്ചി നഴ്സിംഗിനെ കുറിച്ച് പറയാവോ, അതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഇതിൽ പറയാത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് താഴെ കമന്റ് ബോക്സിൽ പോയി പറഞ്ഞോളൂ. ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ ആൻസർ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, കുറെ പേർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. Do it!